ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ ബികോം ബിയുടെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണ് നമ്മുടെ നെക്സ്റ്റ് എക്സാം വരുന്നത്. അപ്പോൾ നമുക്ക് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ നമുക്ക് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ബാങ്ക് എന്താണെന്ന് പഠിക്കുക. കാരണം സബ്ജക്റ്റ് തന്നെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആണല്ലോ. അപ്പോൾ ബാങ്ക് എന്തായാലും പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് ഏതൊരു എസ് ആണെങ്കിലും എന്താണെങ്കിലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിലും നമുക്ക് ബാങ്ക് എന്താണെന്ന് എഴുതിയിട്ട് നമുക്ക് ആ ഒരു ടോപ്പിക്കിലോട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. കേട്ടോ, പണവും അതുപോലെ തന്നെ വായ്പയും ഡീൽ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡ്സ് മണി ടു ദോസ് ഹു ആർ നീഡ് ഓഫ് ഇറ്റ്. അല്ലേ, അതായത് അവരെന്ത് ചെയ്യുന്നു, ബാങ്ക് ഡെപ്പോസിറ്റുകൾ നിക്ഷേപങ്ങളൊക്കെ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് ലോൺ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക്. ഈ ബാങ്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുകയാണെങ്കിൽ, സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഡീലിങ്സ് ഇൻ മണി, അല്ലെ, പണം ഡീൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, ലോൺസ് കൊടുക്കുന്നു, അതുപോലെ പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവലാണ്, അല്ലേ, നമുക്ക് അടയ്ക്കാനും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യാം, പിൻവലിക്കാനും സാധിക്കുന്നു. അതുപോലെ ഇൻഡിവിജ്വൽ ഫേം ഓർ കമ്പനിയാണ്. ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസുകൾ നൽകുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ ആണ്. എവർ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. കണക്റ്റിംഗ് ലിങ്ക്, അതായത് മറ്റുള്ളവരായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ സഹായിക്കുന്നു. അതുപോലെ ബാങ്കിങ് ബിസിനസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇതൊക്കെയാണ് ബാങ്കിൻ്റെ സവിശേഷതകൾ കേട്ടോ. അടുത്താണ് എവല്യൂഷൻ ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബാങ്കിൻ്റെ ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ബാങ്കിങ്ങിൻ്റെ ആ ഒരു എവല്യൂഷൻ ചോദിക്കുകയാണെങ്കിൽ, മണി ലെൻഡിങ് ബിസിനസ് വാസ് പ്രിവാലൻറ്റ് ഇൻ ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോഞ്ച്ഡ് ഫ്യൂ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ 18th century. 18ാം നൂറ്റാണ്ടിൽ കുറച്ച് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, കുറച്ച് വാണിജ്യ ബാങ്കുകൾ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തു, ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ടഡ് ഇൻ 1770. ആദ്യമായിട്ട് ഇന്ത്യൻ ബാങ്ക് സ്റ്റാർട്ട് ചെയ്ത 1770 ആ ബാങ്കിൻ്റെ പേര് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്നായിരുന്നു. 3 പ്രസിഡൻസി ബാങ്ക് സ്റ്റാർട്ടഡ് ബൈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതുകൂടാതെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു 3 പ്രസിഡൻസി ബാങ്ക്സ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് കൽക്കട്ട, ബാങ്ക് ഓഫ് മദ്രാസ് ആൻഡ് ബാങ്ക് ഓഫ് ബോംബെ. അലഹാബാദ് ബാങ്ക് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1865. അതിനുശേഷം 1865 വന്നൊരു ബാങ്കാണ് അലഹാബാദ് ബാങ്ക്. അലയൻസ് ബാങ്ക്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1875. 1875 വന്നാണ് അലയൻസ് ബാങ്ക്. ഫസ്റ്റ് പ്യുവർലി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോംഡ് ഇൻ 1880. അതായത് ആദ്യമായിട്ട് വന്ന ഒരു പൂർണ്ണമായിട്ടുമുള്ള ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക്, ഒരു വാണിജ്യ ബാങ്കാണ് 1880 വന്നത്. പിന്നെ 1935 RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പിന്നെ എന്ത് ചെയ്തത്, നാഷണലൈസ്ഡ് ഇൻ 1949. 1949 ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നാഷണലൈസ്ഡ് ആയി, ദേശസാൽകൃതമായി. ബാങ്കിങ് കമ്പനീസ് ആക്ട് പാസ്ഡ് ഇൻ 1949. 1949 ബാങ്കിങ് കമ്പനീസ് എന്ത് ചെയ്തു വന്നു. ഇമ്പീരിയൽ ബാങ്ക് വാസ് നാഷണലൈസ്ഡ് ഇൻ 1955. 1955 പിന്നെ നാഷണലൈസ്ഡ് ആയിട്ടുള്ള ബാങ്കാണ് ഇമ്പീരിയൽ ബാങ്ക്. അതിപ്പോൾ SBI ആയിട്ട് മാറി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻപത്തെ പേരാണ് ഇമ്പീരിയൽ ബാങ്ക്. 14 ബാങ്ക്സ് വർ നാഷണലൈസ്ഡ് ഇൻ 1969. 1969 ഇതുകൂടാതെ 14 ബാങ്കുകൾ ദേശസാൽകൃതമായി. റീജിയണൽ റൂറൽ ബാങ്ക് സ്കീം സ്റ്റാർട്ടഡ് ഇൻ 1975. നബാർഡ് വാസ് സെറ്റപ്പ് ഇൻ 1982. ഇൻ 2017 5 അസോസിയേറ്റ് ബാങ്ക്സ് ആൻഡ് ഭാരതീയ മഹിളാ ബാങ്ക് മെർജ്ഡ് വിത്ത് SBI. അപ്പോൾ നമ്മുടെ ബാങ്കിൻ്റെ ഹിസ്റ്ററി ചോദിച്ചാൽ, അല്ലെങ്കിൽ എവല്യൂഷൻ, അതിൻ്റെ നാഴികക്കല്ല് ചോദിച്ചാൽ, നിങ്ങൾ ഈ പോയിന്റുകൾ അത് ബ്രീഫായിട്ട് എഴുതി വെച്ചാൽ മതി. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സിലൊക്കെ എഴുതി വെച്ചാൽ മതി. ടൈപ്സ് ഓഫ് ബാങ്ക്. ഈ ടൈപ്സ് ഓഫ് ബാങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബാങ്ക് എടുത്ത് ചിലപ്പോൾ നമുക്ക് 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് ബാങ്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബാങ്കായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്, വാണിജ്യ ബാങ്ക് നോക്കാം. വാണിജ്യ ബാങ്ക് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ബാങ്ക് ആണ് വിച്ച് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ആൻഡ് ലെൻഡ് മണി ടു ട്രേഡ് ആൻഡ് കൊമേഴ്സ്. അല്ലേ, അതായത് സമൂഹത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് പബ്ലിക്കിന് വേണ്ട പണം കൊടുക്കുക, അല്ലെങ്കിൽ ട്രേഡ് കൊമേഴ്സിനൊക്കെ വേണ്ടി പൈസ കൊടുക്കുന്ന ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അഗ്രികൾച്ചറൽ ബാങ്ക്, ആ പേരിൽ തന്നെയുണ്ട്. അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് പ്രൊവൈഡ്സ് ഫിനാൻസ് ടു അഗ്രികൾച്ചറൽ പർപ്പസ്. കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ, ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കാണ് അഗ്രികൾച്ചറൽ ബാങ്ക്. ഇനി ലോക്കൽ ഏരിയ ബാങ്ക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് എന്താണ്, റൂറൽ ഏരിയാസിലെ, അതായത് നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ സേവിങ്സ് ഒക്കെ സമ്പാദ്യശീലം ഉയർത്താൻ വേണ്ടിയിട്ട് ലോക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള ബാങ്കാണ് ലോക്കൽ ഏരിയ ബാങ്ക്. ഇനി സേവിങ്സ് ബാങ്ക് എന്ന് പറഞ്ഞാൽ സേവിങ് ഹാബിറ്റ്സിന് വേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബാങ്കാണ് സേവിങ്സ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ റിക്വയർമെൻറ്റിൽ, ഇൻഡസ്ട്രി വ്യാവസായിക ആവശ്യത്തിന് നമുക്ക് കുറച്ച് പൈസയൊക്കെ വേണ്ടി വരും, അല്ലേ. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് ലോൺസ് അല്ലെങ്കിൽ ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ലോണാണ് ഒരു ബാങ്കാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്സ്. ഇനി ഇൻഡസ്ട്രിയൽ ബാങ്ക്സിൻ്റെ ഫംഗ്ഷൻസ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിച്ചു വയ്ക്കുക. അത് ലോങ് ടേം ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ലോണുകൾ കൊടുക്കുന്നുണ്ട്, ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുന്നുണ്ട്, അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്. അടുത്ത ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്കാണ്.
എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക്സ് വിച്ച് ഡീൽസ് വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡ്. അതായത് അന്തർദേശീയ വ്യാപാരവും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ചിലെ, അതായത് നമ്മുടെ കറൻസി നോട്ട്സുകൾ എക്സ്ചേഞ്ച്, അതിനൊക്കെ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ബാങ്കാണ് എക്സ്ചേഞ്ച് ബാങ്ക്. അതിൻ്റെ ഫംഗ്ഷൻസ് ഫോറിൻ കറൻസീസ് പർച്ചേസ് ചെയ്യുക, സെയിൽ ചെയ്യുക, ഗോൾഡ് വാങ്ങുക, വിൽക്കുക, അതുപോലെ തന്നെ ഫോറിൻ ബിൽസ് ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക, ഡിസ്കൗണ്ട്, ഇമ്പോർട്ട് ബില്ലുകളെല്ലാം ഡിസ്കൗണ്ട് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻസ്. ഇനി സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയസ്റ്റ് ബാങ്കാണ്, മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഇപ്പോഴത്തെ സെൻട്രൽ ബാങ്ക് എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അടുത്ത വേൾഡ് ബാങ്ക് ആണ്. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. ലോകത്തെ എല്ലായിടത്തുള്ള മെമ്പേഴ്സിന് ആവശ്യത്തിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ നൽകുന്ന ബാങ്കാണ് വേൾഡ് ബാങ്ക്. അടുത്ത ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ബ്രിക്സ് ആണ്. അപ്പോൾ ബ്രിക്സ് ജസ്റ്റ് ബ്രസീൽ, അതുപോലെ റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഇതിനെല്ലാം കൂടിയിട്ട് കമ്പൈൻ ചെയ്ത ഒരു മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് നമ്മുടെ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ. അതൊന്ന് ബ്രീഫായിട്ട് പഠിക്കുക. ഇനി അപ്പോൾ ഇതൊക്കെ പറഞ്ഞ ടൈപ്സ് ഓഫ് ബാങ്കാണ്. അടുത്ത ടൈപ്സ് ഓഫ് ബാങ്കിങ് ആണ്. അതായത് യൂണിറ്റ് ബാങ്കിങ് ഉണ്ട്, അതുപോലെ ബ്രാഞ്ച് ബാങ്കിങ്, മൊണോപ്പൊളി ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, അതുപോലെ കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. അടുത്ത ഗിഫ്റ്റ് ചെക്ക് എന്താണെന്ന് ചോദിക്കാം. ദ ഗിഫ്റ്റ് ചെക്ക് ഈസ് അനദർ ബാങ്കിങ് ഇൻസ്ട്രുമെൻറ്റ് പ്രസൻറ്റഡ് ഫോർ ഗിഫ്റ്റിംഗ് മണി ടു ദ ലവ്ഡ് വൺസ് ഓൾട്ടർനേറ്റീവ്ലി ഓഫ് ഹാർഡ് കാഷ്. അതായത് നമുക്കിപ്പോൾ ഒരാൾക്ക് കുറച്ച് പൈസ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗിഫ്റ്റ് ചെക്കായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം. അവർക്ക് എന്ത് ചെയ്യാം? അത് ബാങ്കിൽ പോയിട്ട് അത് മാറിയിട്ട് ക്യാഷ് ആക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക, നമ്മൾ വല്ല ഗോൾഡൊക്കെ ആയിട്ട് കൊടുക്കുന്നതിന് പകരം ക്യാഷ് ആയിട്ട് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗിഫ്റ്റ് ചെക്ക് പോലെ ഉണ്ടായിരിക്കും. അത് നമുക്ക് കൊടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നമുക്ക് ഗിഫ്റ്റ് മണി കൊടുക്കാം. അത് ക്യാഷ് ആയിട്ട് നമ്മൾ ആ ഒരു ഫോമിൽ, ആ ഫോമിൽ കൊടുക്കാതെ നമ്മളൊരു ചെക്കായിട്ട് കൊടുക്കുന്നു. അതെന്ത് ചെയ്യുന്നവർക്ക് ബാങ്കിൽ കൊണ്ട് മാറാം. അപ്പോൾ അതിനെയാണ് ഗിഫ്റ്റ് ചെക്ക് എന്ന് പറയുക കേട്ടോ. അതൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത് പഠിക്കുന്ന ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. നമ്മുടെ ബാങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ട്? സേവിങ്സ് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അങ്ങനെ കുറേ ഉണ്ട്. സേവിങ്സ് നമുക്ക് നോക്കാം. സേവിങ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ ട്രേഡിംഗ് കസ്റ്റമർ, അതായത് വ്യാപാരമൊന്നും ചെയ്യാത്ത സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് സേവിങ് ഹാബിറ്റ്സ്, സമ്പാദ്യശീലത്തിന് വേണ്ടി തുടങ്ങുന്ന ഒരു അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത് മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വെരി ചെറിയ എമൗണ്ടിലൊക്കെ നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. മിനിമം ഒരു 5 രൂപയെങ്കിലും മിനിമം വേണമെന്നാണ് പറയുന്നത്. പക്ഷേ ചില അക്കൗണ്ടുകളിലൊക്കെ പറയുന്നുണ്ട് മിനിമത്തിന് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റെക്കറിംഗ് ഡെപ്പോസിറ്റ്, രണ്ടാമത്തെ ഡെപ്പോസിറ്റാണ് റെക്കറിംഗ് എന്ന് പറഞ്ഞാലും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് റെക്കറിംഗ് ഡെപ്പോസിറ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണത്. അത് ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളാണ് ഈ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് അല്ലേ. നമ്മളൊരു ഈ കുറിയൊക്കെ അടയ്ക്കുന്ന പോലെ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബാങ്കിൽ ഇട്ടിട്ട് ഇത്ര ഡ്യൂറേഷൻ കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. അതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അടുത്ത കറണ്ട് ആണ്. കറണ്ട് അക്കൗണ്ട് സാധാരണ ബിസിനസ്സുകാരെടുക്കുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി എടുക്കുന്ന ഒരു ഡെപ്പോസിറ്റ് ആണ് കറണ്ട് അക്കൗണ്ട് കേട്ടോ. കറണ്ട് അക്കൗണ്ട് ഫീച്ചേഴ്സ് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അവർ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും ലിമിറ്റ് ഒന്നുമില്ല. എത്ര വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, എത്ര വേണമെങ്കിൽ വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് പെയിൻ സ്ലിപ്പ് ഉപയോഗിച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, അതുപോലെ ചെക്ക് ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാനൊക്കെ പറ്റും. അടുത്താണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഫിക്സഡ് കാലയളവിലേക്ക് വേണ്ടിയിട്ട് കസ്റ്റമർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അതിനെ ടേം ഡെപ്പോസിറ്റ് എന്നും പറയാറുണ്ട്. നമ്മൾ എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക? അതിൻ്റെ പ്രൊസീജിയർ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ആപ്ലിക്കേഷൻ ഫോം, അതായത് ഓരോ ബാങ്കിൻ്റെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ട്, അത് എന്ത് ചെയ്യുക? ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അതായത് നമുക്ക് അവിടെ വേറൊരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു കെയർ ഓഫിൽ നമുക്ക് ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതുപോലെ ബാങ്കർ ഷുഡ് ഒബ്റ്റെയിൻ സ്പെസിമെൻ സിഗ്നേച്ചർ വേണം. നമ്മുടെ സൈൻ എന്തായാലും വേണം. കാരണം നമ്മൾ പിന്നീട് ഫ്യൂച്ചറിൽ ചെക്കൊക്കെ ഉപയോഗിച്ചല്ലേ പൈസ നമ്മൾ വിഡ്രോ ചെയ്യുക. അപ്പോൾ അവിടെ ചെക്കിൽ നമ്മൾ സൈൻ അല്ലേ ഇടുക. അപ്പോൾ സൈൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ബാങ്കർ ഷുഡ് ഒബ്റ്റെയിൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ബാങ്കർ എന്ത് ചെയ്യണം? അയാളുടെ കയ്യിൽ നിന്നും സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങണം. അങ്ങനെ നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അടുത്ത സർക്കംസ്റ്റൻസസ് അണ്ടർ വിച്ച് ബാങ്ക് അക്കൗണ്ട്സ് ക്യാൻ ബി ക്ലോസ്ഡ്. ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാം? ഒന്ന്, കസ്റ്റമറുടെ മരണം മൂലം നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. കസ്റ്റമർ ഇൻസോൾവെൻ്റ് ആവാം, പാപ്പരാകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാം. ഡിസൊല്യൂഷൻ, നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ ആ കമ്പനി അടച്ചു പൂട്ടുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം. അതുപോലെ ഗാർണിഷ് ഓർഡർ, കമ്പനിയുടെ വൈൻഡിങ് അപ്പ്, ക്രെഡിറ്റ് ബാലൻസ് ഇല്ലായ്മ, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് സർക്കംസ്റ്റൻസ് അണ്ടർ വിച്ച് ബാങ്കർ ക്യാൻ റെഫ്യൂസ് പേയ്മെൻറ്റ്. ബാങ്കർ എപ്പോഴൊക്കെയാണ് പൈസ കൊടുക്കാതിരിക്കുക? എൻ്റെ ബാങ്കർ റിസീവ് നോട്ടീസ് ഓഫ് കസ്റ്റമേഴ്സ് ഡെത്ത്. കസ്റ്റമറുടെ മരണം എന്നൊരു നോട്ടീസ് പോലെ കിട്ടി. പിന്നെ ബാങ്കർ ഒരിക്കലും എന്ത് ചെയ്യില്ല? പേയ്മെൻറ്റ് റെഫ്യൂസ് ചെയ്യില്ല. അതുപോലെ കസ്റ്റമർ ഹാസ് ബിൻ അഡ്ജസ്റ്റഡ് ഇൻസോൾവെൻ്റ് ആയിട്ട് എന്ത് ചെയ്തു? വിധിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പൈസ കൊടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ കസ്റ്റമർ ഇൻസാനിറ്റി, അതായത് ആൾക്ക് ഭ്രാന്ത് പിടിക്കുക, അങ്ങനെയൊക്കെ വരില്ലേ? അങ്ങനെ വരുമ്പോഴും നമ്മുടെ ബാങ്ക് എന്ത് ചെയ്തില്ല? ആ ഒരു അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റുകൾ കൊടുക്കില്ല. അടുത്ത ഡെപ്പോസിറ്റ് സ്കീം ഫോർ ഇന്ത്യൻ അബ്രോഡ്. അതായത് ഇന്ത്യയിലെ ആളുകൾ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവില്ല, അബ്രോഡിൽ. അവർക്കുള്ള ഡെപ്പോസിറ്റ് സ്കീമാണ് NRO, NRE, NRNR,
FCNR കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിച്ചിടാം. ഇനി പെയിൻ സ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ ബാങ്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാങ്കിലൊക്കെ നമുക്ക് പൈസ വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ പെയിൻ സ്ലിപ്പ് ഉണ്ടാവും, അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ പിൻവലിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എല്ലാ പ്രിൻറ്റഡ് സ്ലിപ്സ് അടങ്ങുന്ന ഒരു ബുക്കാണ് പെയിൻ സ്ലിപ്സ് കേട്ടോ. ഇനി ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ ചെക്ക് എഴുതി കൊടുത്താൽ അവർക്ക് പോയിട്ട് അത് പൈസ മാറാനായിട്ട് പറ്റും. ചെക്ക് ബുക്ക് ഈസ് എ ബുക്ക് വിച്ച് കണ്ടെയ്ൻ 10 to 20 blank check sleeves serially numbered. These are used to withdraw money. പൈസ വിഡ്രോ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ബുക്കാണ് നമ്മുടെ ചെക്ക് ബുക്ക്. അതിൽ 10 മുതൽ 20 വരെയുള്ള ബ്ലാങ്ക് ചെക്കുകൾ ഉണ്ടാവും. അത് സീരിയലി നമ്പേർഡ് ആയിരിക്കും, നമ്പറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. ഈ പാസ്ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തു, എത്ര വിഡ്രോ ചെയ്യുന്നൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ഡ്യൂറേഷനിലെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ബാങ്ക് പ്രിൻറ്റ് ചെയ്യുന്നത് തരുന്ന ബുക്കാണ് പാസ്ബുക്ക്. അത് ഡോർമെൻ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻഓപ്പറേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആണ് നമ്മുടെ ഡോർമെൻ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ലാസ്റ്റ് 2 years ആയിട്ടും അതിൻ്റെ ഫംഗ്ഷനിങ് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനെ ഡോർമെൻ്റ് അക്കൗണ്ട് എന്നാണ് പറയുക. KYC ചോദിക്കുകയാണെങ്കിൽ നോ യുവർ കസ്റ്റമർ എന്നാണ് അർത്ഥം. അതായത് ഒരു കസ്റ്റമറുടെ അഡ്രസ്സും ഐഡൻറ്റിറ്റിയൊക്കെ ബാങ്കിന് വേണം, അല്ലെ, ബാങ്ക് അത് ഒബ്റ്റെയിൻ ചെയ്യും. അതാണ് KYC എന്ന് പറയുന്നത്, നോ യുവർ കസ്റ്റമർ, നിങ്ങളുടെ കസ്റ്റമറിനെ അറിയുക എന്നാണ് അർത്ഥം. അടുത്ത FDR, ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റിനെയാണ് FDR എന്ന് പറയുക. DMAT ഉണ്ട്. DMAT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീമെറ്റീരിയലൈസേഷൻ ആണ് അർത്ഥം. അതായത് ഇപ്പോൾ ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിലൊക്കെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ഒരു ടേമാണ് ഡിമാറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ, കസ്റ്റമർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് ബാങ്കിങ് കേട്ടോ. ഇനി കസ്റ്റമർ ഓഫ് എ ബാങ്ക്, അത് പറയേണ്ട കാര്യമില്ല, ബാങ്കിൻ്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം നിങ്ങൾക്ക് അറിയാം. പല ടൈപ്സ് ഓഫ് കസ്റ്റമർ ഉണ്ട്, അത് ചിലപ്പോൾ എസ്സേ ചോദിക്കാം. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കിൻ്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ചോദിക്കാം. ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെയാണ് കസ്റ്റമറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? മൈനർ, അതുപോലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമറാണ് കേട്ടോ. മൈനേഴ്സ്, ലുനാറ്റിക്സ്, ഡ്രങ്കാർഡ്സ്, മാരീഡ് വുമൺ, പരദനാഷ്യൻ വുമൺ, ഇൻസോൾവെൻറ്റ്, ഇല്ലിറ്ററേറ്റ് പേഴ്സൺ, ഏജൻറ്റ്, ജോയിൻറ്റ് കമ്പനി, ക്ലബ്സ്, അസോസിയേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പാർട്ട്ണർഷിപ്പ് ഫേം, ജോയിൻറ്റ് അക്കൗണ്ട്, എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ലോക്കൽ അതോറിറ്റീസ്. അപ്പോൾ ബാങ്കിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയൊക്കെ ഡീൽ ചെയ്യുന്ന പല ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്. ഇതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഇത് നോട്ട്സ് എടുത്ത് പഠിക്കുക കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കടമെടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മണി ലെൻഡേഴ്സ് എന്ന് പറയുക. ഹു ഡി നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് ബട്ട് ലെൻഡ് ദെയർ ഓൺ ഫണ്ട്, സ്വന്തം ഫണ്ട് അവരെന്ത് ചെയ്യുന്നു? യെസ്, അത് എടുക്കുക മാത്രമേ ഉള്ളൂ, ഒരിക്കലും അവർ ഡെപ്പോസിറ്റ് ചെയ്യില്ല കേട്ടോ. ഇനി ഇൻഡിജിനസ് ബാങ്കേഴ്സ് ആരാന്ന് ചിലപ്പോൾ ചോദിക്കുക 2 മാർക്കിന്. ഇറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഫേം റിസീവിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഡീലിംഗ്സ് ഇൻ ഹൊണ്ടീസ് ഓർ ലെൻഡിങ് മണി. അതായത് പൈസ കടം കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുകയും ഡീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ഫേമില്ലേ, അതിനെയാണ് നമ്മൾ ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്ന് പറയുക. ഈ ഷെഡ്യൂൾഡ് ബാങ്ക് ഉണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ 1934 RBI ആക്ട് പ്രകാരം സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നുണ്ട്. RBI ആക്ടിലെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ബാങ്കുകളെയൊക്കെ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ് പറയുക. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, അവരൊരിക്കലും എന്ത് ചെയ്തില്ല, ഷെഡ്യൂൾഡ് ലിസ്റ്റിൽ പെടാത്ത ബാങ്കുകളായിരിക്കും. അവരുടെ പെയ്ഡപ്പ് ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കും. അപ്പോൾ ക്യാപിറ്റലും അതുപോലെ റിസർവ് 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കിന് നമ്മൾ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക് എന്നാണ് പറയുക. അടുത്ത കൊമേഴ്ഷ്യൽ ബാങ്ക് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ്? ഡെപ്പോസിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പൈസ ലെൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വാണിജ്യ ബാങ്കുകളാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് ചിലപ്പോൾ മേ ബി 10 മാർക്കിന് ചോദിക്കാം. മെയിനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഫംഗ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി. അത് വേണ്ടി ചാർട്ടൊക്കെ വരച്ച് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്താൽ കേട്ടോ. 10 മാർക്കിനൊക്കെ ചോദിച്ചാൽ പ്രൈമറി ഫംഗ്ഷൻ, ഒരു ബാങ്കിൻ്റെ പ്രാഥമികമായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക. അപ്പോൾ റിസീവിങ് ഡെപ്പോസിറ്റും ഗിവിങ് ലോൺ, ക്രെഡിറ്റ് ക്രിയേഷൻ, ഇതൊക്കെയാണ് ഒരു ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. പ്രൈമറി ഫംഗ്ഷൻ ഒന്നാമത്തെ ഫംഗ്ഷൻ. ഇനി അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് സ്വീകരിക്കുക മാത്രമല്ല ലെൻഡിങ് മണി ഉണ്ട് കേട്ടോ. പൈസ കടം കൊടുക്കുക, അതും പ്രൈമറി ഫംഗ്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രൈമറി ഫംഗ്ഷനിൽ 2 ഉണ്ട്, ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണിയും. അത് സെക്കൻഡറി ഫംഗ്ഷനാണ്. സെക്കൻഡറിയിൽ 2 ഉണ്ട്, ഏജൻസി സർവീസസ് ഉണ്ട്, ജനറൽ യൂട്ടിലിറ്റി സർവീസ് ഉണ്ട്. ഏജൻസി എന്ന് പറഞ്ഞാൽ ബാങ്ക് ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുക. ബാങ്ക് എപ്പോഴും ഏജൻറ്റായിട്ട് പ്രവർത്തിക്കുക? യെസ്, നമുക്ക് വേണമെങ്കിൽ ടെലിഫോൺ ബില്ല് അടയ്ക്കാം, അതുപോലെ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യാം, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് ബാങ്കിൽ കൊണ്ടടയ്ക്കാം. അപ്പോഴൊക്കെ നമുക്ക് ഇടയിൽ ഒരു മധ്യവർത്തിയായിട്ട്, ഒരു ഏജൻറ്റായിട്ട് ബാങ്ക് പ്രവർത്തിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ഏജൻസി സർവീസസ് എന്ന് പറഞ്ഞാൽ. അടുത്ത ജനറൽ യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ബാങ്ക്. എപ്പോഴൊക്കെ? ലോക്കർ ഫെസിലിറ്റി, നമ്മുടെ വീട്ടിൽ കുറച്ച് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാം, ബാങ്കിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അത് ലോക്കർ ഫെസിലിറ്റിയാണ്. ട്രാവലേഴ്സ് ചെക്ക് കൊടുക്കുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബാങ്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഏരിയസ് ആണ്. അതാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ഇനി ഇന്നോവേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്സ്
കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഏറ്റവും നവീകരണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെ? ATM സർവീസസ്, ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുക, ടെലി ബാങ്കിങ്, ഹോം ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, EFT ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ് കേട്ടോ, ഒരു ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്, RTGS, മൊബൈൽ ബാങ്ക്. ഇതൊക്കെ ഏറ്റവും റീസെൻറ്റ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതാണ്. പണ്ടൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ATM ഒന്നും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നവേറ്റീവ് ഫംഗ്ഷൻസ് കേട്ടോ. ഈ റോൾ ഓഫ് ബാങ്ക്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ബാങ്കിൻ്റെ പ്രാധാന്യം എന്താ? ഒന്ന് സേവിങ്സ് സിമുലേറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റും, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഉപയോഗിക്കുക, ഇന്നവേറ്റീവ് എൻ്റർപ്രണേഴ്സുകൾ വരിക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യുക, മോണിറ്റൈസേഷൻ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിക്കാം. എക്സിം ബാങ്ക് എന്താണെന്ന് ചോദിക്കാം. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിനെയാണ് എക്സിം ബാങ്ക് എന്ന് പറയുക. 1982 സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ് എക്സിം ബാങ്ക്. ഇറ്റ്സ് എ പബ്ലിക് സെക്ടറാണ് കേട്ടോ. അതൊരു പബ്ലിക് സെക്ടർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതെന്തിനാണ്? ഫോറിൻ ട്രേഡിന് വേണ്ടിയിട്ട് അല്ലേ, ഇന്ത്യയിൽ ഫോറിൻ ട്രേഡ്, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് ട്രേഡൊക്കെ നടത്താൻ, വ്യാപാരം നടത്താൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു ബാങ്കാണ് എക്സിം ബാങ്ക്. എക്സിം ബാങ്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. എന്താണ്? ഫോറിൻ ട്രേഡിന് വേണ്ട ഫിനാൻസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, ജോയിൻ വെഞ്ചേഴ്സിന് ഫിനാൻസ് കൊടുക്കുക, ടെക്നിക്കൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി കോപ്പറേറ്റീവ് ബാങ്ക്. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹകരണ ബാങ്കുകളാണ് അല്ലേ. അതായത് നമ്മുടെ കോപ്പറേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നിലകൊള്ളുന്ന ബാങ്കുകളാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ. അടുത്ത നബാർഡ്. നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് നമ്മുടെ 1982 ജൂലൈ 12 നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ ഏറ്റവും ഏറ്റവും മെയിൻ ആയിട്ടുള്ള ബാങ്കാണ് നബാർഡ്. നബാർഡിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു വയ്ക്കാൻ 5 മാർക്കിന് ചോദിക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഷോർട്ട് ടേമിലേക്കും മീഡിയം ടേമിലേക്കും ലോങ് ടേമിലേക്കും വായ്പ കൊടുക്കുന്നു. അതുപോലെ തന്നെ റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിനെ കോർഡിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്ത ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീറ്റ് ലോങ് ടേം ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് ഫോർ അഗ്രികൾച്ചറിസ്റ്റ് എഗൈൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ദെയർ ലാൻഡ്. അതായത് സെക്യൂരിറ്റി വെച്ചുകൊണ്ട്, അവരുടെ ലാൻഡ് സെക്യൂരിറ്റി വെച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് റിക്വയർമെൻറ്റ് എടുക്കുന്ന ബാങ്കാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. അടുത്ത മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സർവീസസ് ലൈക്ക് മൈക്രോ ക്രെഡിറ്റ്, ചെറുതായിട്ട് വായ്പയൊക്കെ കൊടുക്കുന്ന ആ ഒരു ബാങ്കാണ് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. മൈക്രോ സേവിങ്സ് വേണമെങ്കിൽ നടത്താം കേട്ടോ നമുക്കവിടെ. അടുത്താണ് മുദ്ര ബാങ്ക്. മുദ്ര ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബാങ്കാണ്. ലോഞ്ച് ചെയ്ത് 2015 കേട്ടോ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയായ സമയത്ത് വന്നിട്ടുള്ളൊരു ബാങ്കാണ് മുദ്ര ബാങ്ക് എന്ന് പറയുന്നത്. അത് ബാങ്ക്, അതായത് നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ വീടുകളിലൊക്കെ ചെറുകിട ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാങ്കാണ് മുദ്ര ബാങ്ക് കേട്ടോ. RRB ആണ്, റീജിയണൽ റൂറൽ ബാങ്കാണ്. റീജിയണൽ റൂറൽ ബാങ്കിന് ചില ഡ്രോബാക്സുകളൊക്കെ ഉണ്ട്. ബ്രാഞ്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി, ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ, അർബൻ ഓറിയൻറ്റേഷൻ ഓഫ് സ്റ്റാഫ്, പ്രൊസീജിയറൽ റിജിഡിറ്റീസ്, സ്ലോ പ്രോഗ്രസ് ഇൻ ലെൻഡിങ് ആക്ടിവിറ്റീസ്. ഇതൊക്കെയാണ് റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ ഡ്രോബാക്സ്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാം. ഇറ്റ് ഇസ് എ പ്രോമിസ് ബൈ എ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ ബയ്യർ. അതായത് വാങ്ങുന്ന ആ ബയ്യറുടെ അഭാവത്തിൽ ബാങ്ക് നൽകുന്നൊരു പ്രോമിസാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ് ഫ്രം ബാങ്ക് ദാറ്റ് ഗ്യാരണ്ടീസ് പേയ്മെൻറ്റ്. അതായത് ബാങ്കിൻ്റെ കയ്യിൽ നിന്നും പൈസ കിട്ടും എന്നുള്ളൊരു ഗ്യാരണ്ടി കാണിക്കുന്ന ആ ഒരു ഡോക്യുമെൻ്റാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അടുത്താണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. നമ്മുടെ ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ സ്കീമുകൾ ഏതൊക്കെയാണ്? ഒന്ന് പ്രധാനമന്ത്രി ജൻധൻ യോജന, APY അടൽ പെൻഷൻ യോജന, PMVVY പ്രധാനമന്ത്രി വയാവന്ദന യോജന, സ്റ്റാൻഡപ്പ് ഇന്ത്യ ലോൺ സ്കീം, മുദ്ര ലോൺ, ജൻ സുരക്ഷാ സ്കീം, SSY സുകന്യ സമൃദ്ധി യോജന, ജീവൻ സുരക്ഷാ ബന്ധന യോജന, വാരിസ്ഥ പെൻഷൻ ബീമ യോജന. അങ്ങനെ കുറേയധികം സ്കീമുകൾ ഇവരുടെ അണ്ടറിലുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പ്രോസസ് ഓഫ് എൻഷുവറിങ് ആക്സസ് ടു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് നീഡഡ് വളനറബിൾ ഗ്രൂപ്പ്സ് ഫോർ ആൻ അഫോർഡബിൾ കോസ്റ്റ്. ചിലവ് കുറഞ്ഞ രീതിയിൽ ആവശ്യക്കാർക്ക്, അതായത് ആരാണോ അർഹിക്കുന്നവർ, അപ്പോൾ അവരിലേക്ക് ആ ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകളൊക്കെ എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. അപ്പോൾ അതിനകത്ത് വരുന്നുള്ള സ്കീമുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്ത സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഈസ് എ സുപ്രീം മോണിറ്ററി അതോറിറ്റിയാണ്. നമ്മുടെ ബാങ്കുകളുടെയൊക്കെ രാജാവ് എന്ന് പറയില്ലേ, ബാങ്കുകളുടെയൊക്കെ ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് സെൻട്രൽ ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ബാങ്ക്. അപ്പോൾ ബാങ്കുകളുടെയൊക്കെ ലീഡറാണ് ഈ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. അവരുടെ ഫംഗ്ഷൻസ് പഠിക്കുന്നത്, നേരത്തെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ പഠിച്ച പോലെ തന്നെ ഈ സെൻട്രൽ ബാങ്കിന് ചില പ്രവർത്തനങ്ങളുണ്ട്. ഒന്ന് മൊണോപ്പൊളി, നോട്ട് ഇഷ്യൂ ചെയ്യുക അല്ലേ. ഈ കറൻസി നോട്ടിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന 10 രൂപയുടെ നോട്ട്, 20 രൂപയുടെ, ഏത് നോട്ടായിക്കോട്ടെ, ഇതെല്ലാം ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? സെൻട്രൽ ബാങ്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ നോട്ട് ഇഷ്യൂ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കൊമേഴ്ഷ്യൽ ബാങ്കിന് ക്രെഡിറ്റ് ക്രിയേറ്റിംഗ്, പീപ്പിൾ ഹാവ് മോർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, യൂണിഫോമിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ
അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ബാങ്കർ ഏജൻറ്റ് ആൻഡ് അഡ്വൈസർ ടു ദ ഗവൺമെൻറ്റിൻ്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ട ഒരു ഏജൻറ്റായിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ അല്ലെങ്കിൽ ക്യാഷ് റിസർവുകളുടെ ഒരു കസ്റ്റഡിയാണ് അല്ലേ, ഒരു കേന്ദ്രമാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ. റിസർവുകളൊക്കെ വെക്കുന്നത് നമ്മൾ സെൻട്രൽ ബാങ്കിലാണ്. കസ്റ്റഡി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു കസ്റ്റഡി ആയിട്ട് നമുക്ക് സെൻട്രൽ ബാങ്കിനെ വിശേഷിപ്പിക്കാം. ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, അവസാനം അഭയം പ്രാപിക്കുന്നത് സെൻട്രൽ ബാങ്ക്. മറ്റുള്ള ബാങ്കുകളുടെ കയ്യിലൊന്നും പൈസ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ആരുടെ വാതിൽക്കൽ വന്ന് മുട്ടാം? നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടാം. അപ്പോൾ അത് പറയാം. അതുപോലെ ക്ലിയറിംഗ് ഹൗസ് ഫംഗ്ഷൻ, ക്രെഡിറ്റ് കൺട്രോള്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഇതൊക്കെയാണ് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് ഏതെന്നറിയാലോ, RBI എന്നറിയാലോ എല്ലാവർക്കും. അപ്പോൾ RBI എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 1935 അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പഠിക്കുക. RBIയുടെ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുകയാണെങ്കിൽ മോണിറ്ററി സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മോണിറ്ററി സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്റ് ചെയ്യുന്നതും RBI ആണ്. അതിൽ കറൻസി നോട്ട് അച്ചടിക്കുക, മറ്റുള്ളവരുടെ എല്ലാത്തിൻ്റെയും അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചർ, RBIയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഉണ്ടായിരിക്കും, അതിൽ 20 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ലോക്കൽ ബോർഡ് ഉണ്ടായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കിയാൽ മതി. ഇനി RBIയുടെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ജസ്റ്റ് വെറുതെ വായിച്ചു വെക്കാം. പക്ഷേ RBIയുടെ ഫംഗ്ഷൻസ് നന്നായിട്ട് പഠിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നു. ലെൻഡർ ഓഫ് നമ്മൾ സെൻട്രൽ ബാങ്ക് പറഞ്ഞില്ലേ മക്കളെ, സെൻട്രൽ ബാങ്കിൻ്റെ എല്ലാ ഫംഗ്ഷൻസും എന്തിലുണ്ട്? നമ്മുടെ RBIയിലുണ്ട്. കാരണം നമ്മുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ബാങ്ക് പഠിച്ചാൽ നിങ്ങൾക്ക് RBIയുടെ എന്ത് ചോദിച്ചാലും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ക്രെഡിറ്റ് കൺട്രോളാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ടു ദ സെൻട്രൽ ബാങ്കിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രവർത്തനമാണ് ക്രെഡിറ്റ് കൺട്രോൾ. ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ വായ്പ നമ്മൾ കൺട്രോൾ ചെയ്യണം, അതാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ക്രെഡിറ്റ് സീലിംഗ് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. ദർ ആർ 2 ടൈപ്സ് ക്രെഡിറ്റ് കൺട്രോൾ. 2 രീതിയിലുള്ള ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസ് ആണ് നമുക്കുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ വെപ്പൺസും ഉണ്ട്, അതേപോലെ തന്നെ രണ്ടാമത് വന്ന് ക്വാളിറ്റേറ്റീവ് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ക്യാഷ് റിസർവേഷൻ, CRR, SLR, അതെല്ലാം ഇതിനകത്ത് വരും. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുകയാണ്? ലോൺസ് ആൻഡ് അഡ്വാൻസ് കൊടുക്കുക കമേഴ്ഷ്യൽ ബാങ്കിന്. വാണിജ്യ ബാങ്കുകളുടെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോൾ നമ്മുടെ സെൻട്രൽ ബാങ്ക് പൈസ കൊടുക്കില്ലേ? പൈസ കൊടുക്കും, പക്ഷെ അവർ തിരിച്ചു കൊടുക്കണം വാണിജ്യ ബാങ്ക് അല്ലേ. അപ്പോൾ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് കൊടുക്കണം? ഇൻട്രസ്റ്റ് കൂടി കൊടുക്കണം. ആ ഇൻട്രസ്റ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുക. ഇനി CRR, ക്യാഷ് റിസർവ് റേഷ്യോ ഉണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റിന് ഇത്ര ശതമാനം നമ്മൾ മാറ്റി വയ്ക്കണം, അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. SLR എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ക്യാഷ് മാത്രമല്ല, ബാക്കി വരുന്ന എല്ലാ സ്റ്റോക്കും എല്ലാതും ഇല്ലേ, അതിൽ ലിക്വിഡ് അസറ്റ് ഒക്കെ ഇല്ലേ, ആ ലിക്വിഡ് അസറ്റിൻ്റെ എല്ലാം ഇത്ര ശതമാനം നമ്മൾ മാറ്റി വയ്ക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനി ക്വാളിറ്റേറ്റീവ് വെപ്പൺസ് ആണ് ഇഷ്യൂയിങ് ഡയറക്റ്റീവ്, റെഗുലേഷൻസ് ഓഫ് മാർജിൻ റിക്വയർമെൻറ്റ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനായി. ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ വലിയൊരു ചാപ്റ്റർ ഉള്ളൂ, പിന്നെ എല്ലാം ചെറിയ ചാപ്റ്ററാണ്. നമുക്ക് ചെറിയ ചാപ്റ്ററിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.